അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. നിങ്ങളുടെ മകളെ ആരും ഇവിടെ ബലമായി പിടിച്ചു നിർത്തിയേക്കുമല്ല എന്നതിൻ്റെ തെളിവുകളാണ് ഇതൊക്കെ. ഇക്കാര്യത്തിൽ ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. നന്ദകുമാറിൻ്റെയും അനിലിനെയും മാറി മാറി നോക്കിക്കൊണ്ട് SI പറഞ്ഞത് കേട്ട് അവരെല്ലാം അന്തം വിട്ട് നിൽക്കുകയാണ്. പക്ഷേ സാർ, സോറി മിസ്റ്റർ റയാൻ, ഞങ്ങൾ ഇറങ്ങുക. ഫാമിലി പ്രോബ്ലംസ് ഒക്കെ പരസ്പരം സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ നോക്ക്. എന്തോ പറയാൻ ശ്രമിച്ച അനിലിനെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് SI റയാനോട് പറഞ്ഞു. താങ്ക് യു സാർ. വാടോ. SI കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് നോക്കി നിന്ന് അനിലും സുനിലയും പല്ല് കടിച്ചു. നന്ദ, ഇവന്റെ താവളത്തിൽ എവിടെയാ വെച്ച് നമ്മുടെ കൊച്ചിന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ തെളിവുകളുണ്ടാക്കാൻ ഇവന് പറ്റിയെങ്കിൽ പിന്നെ ഈ പോലീസുകാരെ വിലക്കെടുക്കാനാണോ പറ്റാത്തത്? അതാ ഇപ്പോൾ ഇവിടെ നടന്നത്. അതുകൊണ്ടിനി പോലീസും കോടതിയും ഒന്നും കയറി ഇറങ്ങണ്ട. നിന്റെ മോളെ ചെന്ന് പിടിച്ചോണ്ട് വാ. അവൾ നമ്മുടെ കൊച്ചാണെങ്കിൽ ഇവിടുന്ന് പോകുമ്പോൾ അവളും നമ്മുടെ കൂടെ ഉണ്ടാവണം. അനിൽ നന്ദനെ നോക്കി ഗർജിച്ചതും പെണ്ണുങ്ങളെല്ലാം ഒന്ന് ഭയന്നെങ്കിലും റയാനും റോബിനും പോളുമൊക്കെ എന്നെ അതൊന്ന് കാണട്ടെ മുതൽ പുച്ഛത്തോടെ നിൽക്കുകയായിരുന്നു. വേണ്ടളിയ, അവളുടെ സമ്മതമില്ലാതെ ഇത്രയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ അളിയൻ പറഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷ തോന്നിപ്പോയി. അതാ ഇറങ്ങി തിരിച്ചു പോയത്. പക്ഷേ ഇനിയൊന്നിനും വയ്യ എനിക്ക്. ഞങ്ങളെ വേണ്ടാത്ത മകളെ ഞങ്ങൾക്കും വേണ്ട. നന്ദ, നീയും കളം മാറി ചവിട്ടാനാണോ ഭാവം? നല്ല ഒന്നാന്തരം നായർ തറവാടാ നമ്മുടെ. നമ്മുടെ കുടുംബത്തിലെ പെണ്ണിനെ ഒരു നസ്രാണി ചെറുക്കൻ്റെ കയ്യിലേൽപ്പിച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നാട്ടിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുമോ? എനിക്കതൊന്നും അറിയില്ല അളിയ. പക്ഷേ ഇനി ആരോടും ഗുസ്തി പിടിച്ച് നിൽക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. പൂർണിമേ, വാ പോകാം. ആരെയും നോക്കാതെ മുഖം കുനിച്ചു നിന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഭാര്യയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അപ്പോഴും അവർ ദയനീയമായി മകളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആമയാണെങ്കിൽ മുഖമുയർത്തി അച്ഛനമ്മമാരുടെ മുഖത്തേക്ക് നോക്കിയാൽ എല്ലാം മറന്ന് ആ നെഞ്ചോരം ഓടിയിണഞ്ഞു പോയാലോ എന്ന് ഭയന്ന് നിലത്തേക്ക് മിഴികളെ ഊന്നി നിൽക്കുകയായിരുന്നു. നിങ്ങളെപ്പോലങ്ങനെ അമ്പയെ തോറ്റുമടങ്ങാൻ ഈ അനിലിന് തൽക്കാലം മനസ്സില്ല. എൻ്റെ പെങ്ങടെ മോളൊരു നസ്രാണിക്കൊപ്പം പൊറുതി തുടങ്ങിയെന്ന് പറഞ്ഞ് നാട്ടുകാർ ചിരിക്കുന്നത് കേട്ട് നിൽക്കാൻ എനിക്ക് കുറച്ച് ദണ്ണമുണ്ട്. പറഞ്ഞതും അനിൽ കരഞ്ഞുകൊണ്ട് നിന്ന് ആമയുടെ അരിയിലേക്ക് പാഞ്ഞെടുക്കാനൊരുങ്ങി. പക്ഷേ അയാൾ അവൾക്ക് മുന്നിലേക്ക് എത്തും മുമ്പ് റയാൻ ഒരു തടസ്സമായി ഇരുവർക്ക് നടുവിലായി നിന്നു കഴിഞ്ഞിരുന്നു. ദേഷ്യം വന്ന അനിൽ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അപ്പോഴത്തെ അവൻ്റെ ഭാവം കണ്ട് അയാളൊന്ന് അമ്പരന്നു. മാമനായാലും മച്ചമ്പിയായാലും എൻ്റെ മുന്നിൽ വച്ചെൻ്റെ പെണ്ണിനെ മേലിൽ കൈവച്ചാൽ ആ കൈ ഞാൻ ചവിട്ടി ഓടിക്കും. തീക്ഷ്ണഭാവത്തിൽ നോക്കി നിന്നുകൊണ്ട് ശാന്തമായതെങ്കിലും ഉറച്ച സ്വരത്തിൽ അവൻ പറഞ്ഞത് കേട്ട് ഒന്ന് ഞെട്ടിയെങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ അനിൽ അവനെ തുറച്ചു നോക്കി. എടാ ചെക്ക, കുറെ കാശ് കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഹുങ്ക് എന്നോട് കാണിച്ചാലുണ്ടല്ലോ. കാണിച്ചാ താൻ എന്നാ പൊഴിക്കും? കൈകൾ മാറിൽ പിണച്ചുകെട്ടി നിന്നുകൊണ്ട് പുച്ഛത്തോടെ അവൻ ചോദിച്ചതും എന്ത് മറുപടി പറയണമെന്നറിയാതെ അവസ്ഥയിലായി അനിൽ. വീട്ടിൽ കയറി വന്നതുകൊണ്ട് മാത്രമാ താൻ ഇത്രയൊക്കെ പിറപ്പുകേട് കാണിച്ചിട്ടും ഇവിടെ ആരും തന്നെ കൈവയ്ക്കാത്തത് എന്ന് വെച്ച് കളരിക്കലെ ആണുങ്ങളെല്ലാം വെറും മക്കുണന്മാരാണെന്നൊന്നും കയറി വിചാരിച്ചേക്കരുത്. പിന്നെ താൻ എന്തുവാ പറഞ്ഞത്? നായര് പെണ്ണ് നസ്രാണിയുടെ കൂടെ പുറത്താൽ തനിക്ക് കൊത്തില്ലെന്നോ? ഞാനിവളുടെ കഴുത്തിൽ മിന്നു കെട്ടിയപ്പോഴും ഇത്രയും ദിവസം അവളെ കൂടെ പറപ്പിച്ചോഴും ജാതിയും മതവും ഒന്നും നോക്കിയില്ല. ഒരാണെന്ന നിലയ്ക്ക് എനിക്ക് വേണ്ടത് അവളുടെയും പെണ്ണായ അവൾക്ക് വേണ്ടത് എൻ്റെയിലുമുണ്ട്. തൽക്കാലം അത് മാത്രം നോക്കിയാ അവളെ ഞാനെൻ്റെ കൂടെ പൊറപ്പിക്കുന്നത്. പിന്നെ നാളെ ഞങ്ങൾക്കുണ്ടാകുന്ന കൊച്ചിന് നായരായോണ്ട് എന്നേലും കൂടുതലോ നസ്രാണി ആയോണ്ട് എന്നേലും കുറവോ ഉണ്ടാകുവാണേൽ അപ്പനും അമ്മയുമായ ഞങ്ങളങ്ങ് സഹിച്ച്. അല്ലയോടി ആമിക്കൊച്ചേ? തൻ്റെ മുന്നിൽ പതുങ്ങി നിൽക്കുന്നവളെ മുന്നോട്ട് വലിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ ചോദിച്ചതും എല്ലാവരുടെ കണ്ണുകളും ഇരുവരിലുമായി തങ്ങി നിൽക്കുകയായിരുന്നു. അനിലാണേൽ അവൻ്റെ വാക്കും പ്രവൃത്തിയുമെല്ലാം കൂടിയായപ്പോൾ കത്തിയെരിഞ്ഞായിരുന്നു നിൽപ്പ്. എന്നാ പിന്നെ മാമനും മാമിയും ഒക്കെ ചെല്ല്. ചുമ്മാ എന്നാത്തിനാ മരുമോൻ്റെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ടെന്നുള്ള പേരുദോഷം കേൾപ്പിക്കുന്നേ? ഈ ചെക്കന് ഭയങ്കര കുരുത്തക്കേടാ. ഇത്രയൊക്കെ ക്ഷമിച്ചത് തന്നെ ആമിയെ ഓർത്തിട്ടാ. അതുകൊണ്ട് മാമൻ തൽക്കാലം ചെല്ല്. ഇനിയും ഇടപെട്ടില്ലെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളാകുമെന്ന് മനസ്സിലായതും മുന്നോട്ട് വന്ന റോബിൻ ഒരാക്കിയ ചിരിയോടെ പറഞ്ഞു. അതുകൂടിയായതും അനിൽ ചവിട്ടിക്കുലുക്കി പുറത്തേക്ക് നടന്നിരുന്നു. പിന്നാലെ തന്നെ അയാളുടെ ഭാര്യ സുനിലയും. എല്ലാവരും പോയിക്കഴിഞ്ഞപ്പോൾ മുറിയിലേക്ക് വന്നതായിരുന്നു ആമി. ബാൽക്കണിയിലേക്കുള്ള ഗ്ലാസ് ഡോർ തുറന്നിട്ടുകൊണ്ട് മഴക്കാറ് മൂടിയ മാനത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ മാനം പോലെ തന്നെയാണിപ്പോൾ തൻ്റെ മനസ്സുമെന്ന് തോന്നിപ്പോയിരുന്നു അവൾക്ക്. എന്തൊക്കെയോ പ്രതീക്ഷയോടെ വന്നിട്ടൊടുവിൽ വീണ്ടും എല്ലാവർക്കും മുന്നിൽ തോറ്റു തലകുനിച്ച് നിൽക്കുന്ന അച്ഛൻ്റെയും വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന അമ്മയുടെയും മുഖം ഓർമ്മയിലേക്ക് ഓടിയെത്തിയതും അവൾക്ക് ഹൃദയം പൊട്ടും പോലെ തോന്നി. പക്ഷേ എല്ലാം ഉപേക്ഷിച്ച് തിരികെ അവർക്കരികിലേക്ക് പോകാമെന്ന് വെച്ചാൽ റയാൻ്റെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. മാത്രമല്ല പേരുദോഷം കേൾപ്പിച്ചിട്ട് അവനെ വിട്ട് തിരികെ ചെന്നാൽ മറ്റുള്ളവർ തന്നെ എങ്ങനെ കാണും എന്നതും തനിക്ക് മുന്നിലൊരു ചോദ്യചിഹ്നം തന്നെയാണെന്നവൾ ഓർത്തു.
ഇച്ചായൻ്റെ ആമക്കൊച്ചെന്തുവാ ആലോചിക്കുന്നേ? കാറ്റുപോലെ നേർത്ത ചോദ്യത്തിനൊപ്പം ഇടുപ്പിലൂടെ ഒഴഞ്ഞ് അരക്കെട്ടിൽ മുറുകിയ ബലിഷ്ഠമായ കൈകളും പിന്നിടലിൽ ചേർത്തു വെച്ച കരുത്താർന്ന ശരീരവും അവളിലൊരു വിറയൽ തീർത്തിരുന്നു. അതുവരെ ആശങ്കകൾ നിറഞ്ഞിരുന്ന മനസ്സാകെ ശൂന്യമായി പോയ നിസ്സഹായതയോടെ അവൾ മുഖം തിരിച്ചവനെ നോക്കി. അന്നേരം നിന്റെ അമ്മാച്ചനെ വെല്ലുവിളിക്കാൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചില്ലേ? അപ്പോ പഞ്ഞിക്കെട്ട് പോലുള്ള ഇവിടെ ഇങ്ങനെ തൊട്ടപ്പോൾ ഓ, കറണ്ട് അടിച്ച പോലെയാ തോന്നിയത്. ചുരിദാർ ടോപ്പിന് മുകളിൽ കൂടി തന്റെ ഇടുപ്പിലെ മൃദുലയിൽ ഒന്നമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും നിന്ന നിപ്പിൽ ഒന്ന് പുളഞ്ഞുയർന്നു പോയിരുന്നു ആമി. ഒത്തിരി അങ്ങ് പുളയണ്ട. എന്തായാലും നാട്ടുകാർക്ക് മുന്നിൽ നീ എൻ്റെ തലയിലായി കഴിഞ്ഞു. അപ്പോ സ്വന്തം ജീവിതവും തറവാടിൻ്റെ അന്തസ്സവും കളഞ്ഞു കുളിച്ച് നിന്നെ ഇങ്ങനെ ചുമക്കുന്നതിന് എനിക്കെന്തേലുമൊക്കെ ഗുണം വേണ്ടായോ? ഇടുപ്പിലെ പിടുത്തം വിടാതെ തന്നെ അവൻ പറഞ്ഞതും സ്വന്തം ശരീരത്തോട് പോലും അറപ്പ് തോന്നിപ്പോയിരുന്നു ആമിക്ക്. പക്ഷേ കണ്ണുകൾ ഇറക്കിയടച്ചുകൊണ്ട് നിസ്സഹായതയോടെ അങ്ങനെ നിന്നു. പെടുന്നനെ അരികിൽ നിൽക്കുന്നവന് റീജോ ആണെന്ന് ഉള്ളിലിരുന്നാരോ വിളിച്ചു പറയും പോലെ തോന്നിയ അവൾ പിടച്ചിലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. തൻ്റെ ഉടലിനെ ചേർന്ന് നിൽക്കുന്നവനും തൻ്റെ ശരീരം സ്വന്തമാക്കാൻ വേണ്ടി തന്നെ ഇത്രമേൽ വലിയൊരു ദുരിതക്കയത്തിലേക്ക് തള്ളിവിട്ടവനും ഒരേ മുഖമാണെന്ന് തോന്നിയതും ഞെട്ടിവിറച്ചു പോയ അവൾ വെപ്രാളത്തോടെ അവനെ തട്ടിമാറ്റി ഓടി ബാത്റൂമിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു. അടഞ്ഞ വാതിൽ ചാരി നിന്ന് കിതയ്ക്കുമ്പോഴും റയാന്റെയും റീജോയുടെയും മുഖങ്ങൾ ഒരുപോലെ അവളുടെ ഹൃദയത്തിൽ മുറിവുകൾ കോറിക്കൊണ്ടിരുന്നു. അതിൻ്റെ തെളിവ് പോലെ കണ്ണുകൾ ശക്തമായി പെയ്തൊഴിഞ്ഞുകൊണ്ടിരുന്നു. ആമി ബാത്റൂമിൽ കയറി വാതിലടച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു റയാന് താൻ ചെയ്തതെന്താണെന്നുള്ള ബോധം വന്നത്. ഛേ, ഞാൻ എന്ത് പണിയാ കാണിച്ചത്? അവളെപ്പോലെ ഒരുത്തിയെ. ഛേ! ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് മുഷ്ടി ചുരുട്ടി പില്ലോയിൽ ആഞ്ഞടിച്ചവൻ. പിന്നെ ബാത്റൂമിന്റെ ഡോറിലേക്കൊന്ന് നോക്കിയിട്ട് ടേബിളിലിരുന്ന കാറിന്റെ കീയും എടുത്തുകൊണ്ട് തിടുക്കപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആമി പുറത്തേക്ക് വരും മുന്നേ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് മാത്രമേ അപ്പോഴവനുണ്ടായിരുന്നുള്ളൂ. റയാൻ സ്റ്റെയർ കേഴ്സ് ഇറങ്ങി താഴേക്ക് വന്നതും ലിവിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്ന പോൾ വിളിച്ചത് കേട്ട് അവന്റെ വേഗത കുറഞ്ഞു. എന്താ ഡാഡി? അമ്പലത്തിൽ നിന്നുള്ള പേപ്പറൊക്കെ നീ എങ്ങനെ സംഘടിപ്പിച്ചു? പോൾ എണീറ്റവന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഇങ്ങനെയൊരു സീൻ ഞാൻ പ്രതീക്ഷിച്ചതാ ഡാഡി. അതുകൊണ്ടാ അങ്ങനെ ഒരെണ്ണം സെറ്റാക്കി വെച്ചത്. കുറച്ച് പൈസ പൊട്ടി, എന്നാലും കാര്യം നടന്നു. എന്തായാലും അത് നന്നായി. പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഒരു മുഖപുര പോലെ പോൾ പറഞ്ഞതും റയാൻ പുരികം ചുളിച്ചുകൊണ്ട് ചോദ്യഭാവത്തിൽ അയാളെ നോക്കി. അത് എടാ, നിനക്ക് ആ കൊച്ചിനോട് ഇപ്പോഴും ദേഷ്യമാണോടാ? കഴിഞ്ഞതൊക്കെ മറന്നവളെ ചേർത്ത് പിടിക്കാൻ നിന്നെക്കൊണ്ട് കഴിയോ? ഡാഡി എന്നാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഇനിയിപ്പോ ഏതായാലും മിന്നു കെട്ടിപ്പോയില്ലേ? മിന്നു കെട്ടിയത് കൊണ്ട് തന്നെയാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പോഴത്തെ ഈ നാണംകെടിന് കരകയറാൻ എന്റെ മോൻ കണ്ടെത്തിയ മാർഗം മാത്രമാണോ ആ പെങ്കൊച്ചിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി? അതോ നീ അവളോട് പുറത്തോ? അലസമായുള്ള അവന്റെ മറുപടി തൃപ്തിയാകാഞ്ഞിട്ടെന്ന പോലെയായിരുന്നു പോളിന്റെ വീണ്ടും ഒരു ചോദ്യം. അത് എനിക്കറിയില്ല ഡാഡി. തൽക്കാലം ഇപ്പോൾ അവളെക്കുറിച്ചൊരു തീരുമാനം പറയാൻ എനിക്ക് കഴിയില്ല. ഈ അവസ്ഥയിൽ അവൾ എൻ്റെ ഭാര്യയായിരിക്കണം എന്നതിനപ്പുറമൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. അത്രമാത്രം പറഞ്ഞിട്ട് ആ വിഷയത്തിൽ ഇനിയൊരു സംസാരത്തിന് താല്പര്യമില്ലാത്തതുപോലെ തിടുക്കത്തിൽ പുറത്തേക്കിറങ്ങി പോകുന്നവനെ നോക്കി നിൽക്കുമ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന ഉത്തരമില്ലാത്ത ചോദ്യത്തെ മനസ്സിലിട്ട് വീർപ്പ് മുട്ടിക്കുകയായിരുന്നു പോൾ. റയാൻ പോയതും ബെഡിൽ കയറി കിടന്നതായിരുന്നു ആമി. താഴേക്ക് പോകാനോ അവിടെയുള്ളവരെ ഫേസ് ചെയ്യാനോ വല്ലാത്ത മടി തോന്നിയത് കൊണ്ടായിരുന്നു സ്വയം മറച്ചു വെക്കും പോലെയുള്ള ആ ഇരിപ്പ്. കൊച്ചേ, കൊച്ചേ! വാതിൽ തുടരെ തുടരെ മുട്ടിക്കൊണ്ടുള്ള റൂബിയുടെ വിളി കേട്ടപ്പോഴായിരുന്നു ചിന്തകളെ ഏതോ അജ്ഞാതമായ തുരുത്തൽ മേയാൻ വിട്ട് നിറകണ്ണുകളോടെ ഇരിക്കുകയായിരുന്ന ആമി ഞെട്ടി എഴുന്നേറ്റത്. അതുവരെ തടസ്സമേതുമില്ലാതെ ഒഴുകിയിറങ്ങിക്കൊണ്ടിരുന്ന മിഴിനീരിനെ അമർത്തി തുടച്ചിട്ട് അവൾ വേഗം ചെന്ന് ഡോർ തുറന്നു. ഇതെന്നാ ഇതിനകത്ത് കയറിയടച്ചു പൂട്ടിയിരിക്കുന്നേ? തിന്നാനും കുടിക്കാനുമൊന്നും വേണ്ടായോ? അവളുടെ രൂപം കണ്ട് മുഖമൊന്ന് ചുളിഞ്ഞെങ്കിലും റൂബി ചോദിച്ചു. അത് എനിക്കിപ്പോ വേണ്ട മമ്മി, കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. മണി 3 കഴിഞ്ഞു. ഇനി എപ്പോഴാ കഴിക്കുന്നേ? ഇറങ്ങി വാ ഇങ്ങോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരും വന്ന് ക്ഷണിക്കത്തൊന്നുമില്ല. വിശക്കുമ്പോൾ വന്ന് ഭക്ഷണം കഴിച്ചോളണമെന്ന്. വിശപ്പ് തോന്നാഞ്ഞിട്ടാ മമ്മി. ആമി വീണ്ടും അത് തന്നെ പറയുന്നത് കേട്ട് റൂബി കണ്ണുരുട്ടി. ദേ പെണ്ണെ, ഒരു വീടായാൽ പല പ്രശ്നങ്ങളും കാണും എന്ന് കരുതി പട്ടിണിയൊന്നും കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് വാ. റൂബിയുടെ മുഖം മുറുകിയതും പിന്നീടൊന്നും പറയാതെ ആമി അവർക്ക് പിന്നാലെ താഴേക്ക് ചെന്നു. ഡൈനിങ് ടേബിളിലേക്ക് വന്നിരുന്ന ആമിക്ക് റൂബി തന്നെയായിരുന്നു ആഹാരം വിളമ്പി കൊടുത്തത്. ഇനി ഇതിനകത്തിട്ട് കിള്ളി പറക്കിയിരിക്കാതെ വേഗം വാരി കഴിക്കാൻ നോക്ക്, ഗൗരവത്തോടെ പറഞ്ഞ റൂബിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോൾ ഗൗരവത്തിന്റെ മുഖംമൂടിക്കുള്ളിൽ അവർ മറച്ചു വച്ചേക്കുന്ന മറ്റെന്തൊക്കെയോ ഭാവങ്ങൾ ചികഞ്ഞെടുക്കുന്ന തിരക്കിലായിരുന്നു ആമി. ടേബിളിരിക്കുന്ന ഫോൺ റിങ് ചെയ്തതും ചുണ്ടോട് ചേർക്കാൻ തുടങ്ങിയ ഗ്ലാസ് താഴെ വെച്ചിട്ട് റയാൻ ഫോൺ കയ്യിലെടുത്തു. എന്നതാ മമ്മി? ഫോൺ കാതോട് ചേർത്തതും അവൻ അലസമായി ചോദിച്ചു. നീ ഇതെവിടെ റയാൻ? മണി എത്രയായെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ? ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ട് മമ്മി.
കുറച്ച് അർജന്റ് വർക്കുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ വരൂ. മാമി കിടന്നോ. റൂബിയുടെ ശബ്ദത്തിലെ കനം മനസ്സിലായെങ്കിലും അവൻ സാവധാനം പറഞ്ഞു, എന്തോന്ന് അർജന്റായാലും നേരത്തെ കാലത്തെ വീട്ടിൽ വന്നോണം. എന്നിട്ട് മതി ബാക്കി വർക്കൊക്കെ. ഇപ്പൊ പഴയ പോലെ കെട്ടാക്കാളയല്ലിപ്പോ. നീ മിന്നു കെട്ടിയൊരു പെണ്ണുണ്ട് ഈ വീട്ടിലെന്ന ഓർമ്മ വേണം. ഓ, ആ മിന്നിന്റെയും പെണ്ണിന്റെയും കഥയൊന്നും മമ്മിക്ക് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാ മര്യാദയ്ക്ക് കുടുംബത്ത് കയറാൻ പറഞ്ഞത്. അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ നായ കയറി ഇരിക്കുമെന്ന് എന്റെ മോൻ ഓർത്തോണം. അതുകൊണ്ട് മര്യാദയ്ക്ക് വീട്ടിൽ വാച്ചർക്ക. അതോ ഞാൻ റോബിനെയോ ഡാഡിയോ അങ്ങോട്ട് പറഞ്ഞു വിടണോ? ഓഹോ വേണ്ട, ഞാൻ വന്നോളാം. മമ്മി ഫോൺ വെച്ചോ. ഭീഷണിയുടെ സ്വരത്തിൽ റൂബി ചോദിച്ചതും അസ്വസ്ഥതയോടെ നെറ്റിയിൽ തല്ലിക്കൊണ്ട് അവൻ പറഞ്ഞു. ശേഷം പല്ല് ഞെരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. വല്ലാത്തൊരു പിരിമുറുക്കത്തോടെ ഫോൺ ടീപ്പോയിലേക്ക് തന്നെ ഇട്ടിട്ട് മുന്നിലിരിക്കുന്ന ഗ്ലാസ് എടുത്ത് ഒറ്റ വലിക്ക് കാലിയാക്കുമ്പോഴേക്കും മണിക്കൂറുകൾക്ക് മുമ്പ് ആമിയുമായി കടന്നുപോയ നിമിഷങ്ങളായിരുന്നു അവന്റെ മനസ്സ് നിറയെ. ഇന്നിനി അവളുടെ മുന്നിലേക്ക് പോകണ്ടെന്ന് കരുതിയാണ് ഗസ്റ്റ് ഹൗസിൽ തങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷേ റൂബിയുടെ ഇടപെടൽ കൊണ്ട് ആ പ്ലാനും പൊളിഞ്ഞതോടെ അവനാകെ പെട്ടുപോയൊരവസ്ഥയിലായിരുന്നു. ഉച്ചയ്ക്ക് ഇറങ്ങിപ്പോയ റയാൻ രാത്രി 10 മണി കഴിഞ്ഞിട്ടും തിരികെ വരാത്തത് എന്തായിരിക്കും എന്ന ആലോചനയോടെ ബെഡിന്റെ ഓരം ചേർന്ന് കിടക്കുകയായിരുന്നു ആമി. നേരത്തെ അവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതൊക്കെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവനില്ലാത്തത് ഒരാശ്വാസമായിരുന്നെങ്കിൽ പോലും ഇത്ര നേരമായിട്ടും അവൻ എവിടെയായിരിക്കുമെന്ന ചിന്ത അവളെ വീർപ്പം മുട്ടിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ തുറന്നു കിടന്ന വാതിൽ കടന്ന് തന്റെ ശരീരത്തെ കണ്ണുകൾ കൊണ്ട് കൊത്തിപ്പറിക്കുന്നൊരുവൻ ഉള്ളിലേക്ക് കയറിയതോ അവന്റെ വെറുപിടിച്ച മനസ്സുകൊണ്ട് തന്നെ കാമിച്ചു തുടങ്ങിയതോ അവൾ അറിഞ്ഞതേയില്ല. ചരിഞ്ഞു കിടക്കുന്ന പെണ്ണിനെ തന്നെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നോക്കുമ്പോൾ നിശാവസ്ത്രത്തിൽ തെറിച്ചു നിൽക്കുന്ന അവളുടെ പിന്നഴക് തന്നെ ഭ്രാന്ത് പിടിപ്പിക്കും പോലെ തോന്നിപ്പോയി റീജോയ്ക്ക്. ഉള്ളിൽ കിടന്ന മദ്യത്തിനൊപ്പം ഏറെ മോഹിച്ച പെണ്ണുടലും കൂടെ തൊട്ടടുത്ത് കണ്ടതും അവൻ വികൃതമായൊന്ന് ചിരിച്ചു. തന്റെ നിതംബത്തിലൂടെ വിറയാറുന്ന എന്തോ ഒന്നിഴയും പോലെ തോന്നിയപ്പോഴായിരുന്നു ആലോചനയിൽ മുഴുകിക്കിടന്നിരുന്ന ആമി ഞെട്ടിത്തിരിഞ്ഞു നോക്കിയത്. ബെഡിനരികിൽ വന്ന് കുനിഞ്ഞു നിന്നുകൊണ്ട് തന്റെ പിൻഭാഗത്ത് കൈകൾ കൊണ്ട് ഞെരിക്കാൻ വെമ്പൽ പൂണ്ട് നിൽക്കുന്നവനെ കണ്ടതും ഒരു നിമിഷം സർവ്വനാഡികളും തളർന്നു പോകും പോലെ തോന്നിയെങ്കിലും തൊട്ടടുത്ത ഞൊടിയിൽ കരയിൽ പിടിച്ചിട്ട ഒരു മത്സ്യം ജീവന് വേണ്ടി പിടയുന്നത് സമാനമായൊരു പിടച്ചിലോടെ അവൾ ബെഡിന് കുറുകെ ഉരുണ്ട് മറുവശത്തേക്ക് ചാടിയിറങ്ങി. നീ എന്തിനാ ഈ റൂമിൽ കയറിയത്? ഭയമോ ദേഷ്യമോ സങ്കടമോ ഒക്കെ കൊണ്ട് വിറച്ചുപോയെങ്കിലും എങ്ങനെയൊക്കെയോ അവൾ ചോദിച്ചു. പേടിച്ചു പോയോ നീ? ഇറങ്ങിപ്പോയിടുന്നു. അല്ലെങ്കിൽ നീ ഒന്നും ചെയ്യില്ല. ഈ റീജോ മോഹിച്ച പെണ്ണാണ് നീയെങ്കിൽ എന്റെ വിയർപ്പിൽ കുളിച്ച് എന്റെ ബെഡിൽ കിടന്നിരിക്കും നീ. തന്റെ ഉടലിനെ ആകെ ഉഴിഞ്ഞു നോക്കിക്കൊണ്ട് വികൃതമായൊരു ചിരിയോടെ അവൻ പറയുന്നത് കേട്ടതും തന്റെ മേലാകെ പുഴു നുരയ്ക്കും പോലെ ആമിക്ക് തോന്നിയിരുന്നു. ഛേ, ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ പോലും നിന്നോടുള്ള എന്റെ മോഹം ഇരട്ടിയാവുക ആത്മിക. അറപ്പോടെ മുഖം തിരിച്ചവളുടെ കയ്യിൽ പിടിച്ച് തന്റെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിച്ചതുപോലെ പിടിഞ്ഞു പോയിരുന്നു ആ പെണ്ണ്. തൊട്ടടുത്ത നിമിഷം സർവ്വശക്തിയുമെടുത്ത് അവനെ പിന്നിലേക്ക് തള്ളി നീക്കിയിട്ട് അവൾ വാതിലിന് നേർക്കോടാൻ ശ്രമിച്ചെങ്കിലും അതിനു മുമ്പ് തന്നെ റീജോ അവളുടെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ചിരുന്നു. എങ്ങോട്ടാടി നീ ഓടുന്നേ? നീ ഇന്നലെ കണ്ട റയാൻ ബോളിന് മാത്രമേ കിടക്ക വിരിക്കത്തുള്ള അവന്റെ അനിയനുമാണ് തന്നെയടി. കടപ്പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ കിടക്കയിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു.